ഗൈസ് വെൽക്കം ബാക്ക്. നമ്മൾ ഗെയിമിൻ്റെ പുത്തൻ വീഡിയോ പിന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെ CS കാര്യങ്ങളൊക്കെ പോയി എല്ലാവരെയും അടിച്ച് പോയി അടിക്കുക നമ്മൾ ലക്ഷ്യം. അതിൻ്റെ വേറൊരു അക്കൗണ്ടാണ്, 2 അക്കൗണ്ടൊക്കെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഗിവ് അവേ കൊടുക്കുന്ന അക്കൗണ്ടാണിത്. അപ്പോൾ ഈ അക്കൗണ്ടിനകത്ത് നിന്ന് നമ്മൾ ഗിവ് അവേ കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ കളിച്ച് നോക്കുന്നുണ്ട്. നന്നായിട്ട് കളിക്കാൻ പറ്റുന്ന വീഡിയോ അക്കൗണ്ട് 1 year old കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കിപ്പോൾ CS കാര്യങ്ങളും പോയി നോക്കാം. ഞാൻ ഇടയ്ക്കത്ത് കുറേ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്, കാരണം നിങ്ങൾക്ക് ലാഗ് അടിക്കാതിരിക്കാൻ വേണ്ടി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം നേരെ കളിക്കുമ്പോൾ പിന്നെ നമ്മുടെ കൂടെ നാളെ നമ്മുടെ ബ്രോയാണ്, ടീൽ ബ്രോ കട്ട സപ്പോർട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാവരും വേണ്ട അവൻ ഇരിക്കുകയായിരുന്നു. ഞാനിവിടെ ഷൂട്ട് ചെയ്തൊന്നും കൊള്ളുന്നില്ല, പക്ഷെ അവനിങ്ങനെ പിസ്റ്റൽ വെച്ചാൽ ഒറ്റയടി ഹെഡായിരുന്നു. ഞാൻ നമുക്ക് പിന്നെ അപ്പുറത്ത് ടീലിൽ നോക്ക് നമ്മുടെ ആ കളി അമ്മമാരെന്നെ തൂക്കി. പിന്നെ നമ്മളെന്നു പറയുന്നത് നമുക്ക് അടുത്ത കളി തൂക്കാന്ന് പറഞ്ഞാൽ നമ്മൾ റിവഞ്ച് എടുക്കുക. റിവഞ്ചായിട്ട് നമ്മൾ അടുത്ത കളി തൂക്കാൻ വേണ്ടി നമ്മൾ എണ്ണക്കാരെ വല്ല എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇക്കളി നമ്മൾ പോയി അടിച്ചിരിക്കും, ഉറപ്പ് പോയി അടിക്കുമെന്ന് പറഞ്ഞാൽ അടിച്ചിരിക്കും. അപ്പം എൻ്റെ ഓൾഡ് ബണ്ടിലും കാര്യങ്ങളൊക്കെയാണിത്. ഓൾഡ് ബണ്ടിൽ ഡിസ്കഷനൊക്കെ ഓൾഡാണ്. അപ്പം ഇതിട്ടുകൊണ്ട് നമ്മൾ കളിക്കുന്നത്. പക്ഷെ മറ്റേ അക്കൗണ്ടിലാണെന്ന് വെച്ചാൽ നിങ്ങളുടെ പോയ അക്കൗണ്ടാണ്. പക്ഷേ എൻ്റെ ഏത് അക്കൗണ്ട് ഉണ്ടെങ്കിലും എല്ലാ അക്കൗണ്ടിലും പ്രൈം ലെവൽ 1 ആണ്. അതിൽ നിന്ന് മാറ്റിയിട്ടില്ല. പ്രൈം ലെവൽ എല്ലാ അക്കൗണ്ടിലും 1 തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒറിജിനൽ അക്കൗണ്ട് പുത്തന അക്കൗണ്ട് തുടങ്ങിയ ഗെയിമിങ്ങിൽ തുടങ്ങി ഇക്കളി തന്നെ ഇവരെടുത്ത് നമ്മൾ അടിച്ച് നമ്മൾ പുത്തന ഗെയിമിങ് അക്കൗണ്ട് ഗെയിമിംഗ് എന്ന് പറഞ്ഞ അക്കൗണ്ട് ഇപ്പോൾ അതിനകത്ത് കളിക്കുന്നതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇടുന്നതാണ്. അപ്പോൾ അതിൻ്റെ നമ്മളെയൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ അടിക്കുക നല്ല പ്രോക്കളിയാണ് കളിക്കുന്നത്. പക്ഷേ നമ്മൾ തന്നെ ജയിക്കുക ഉറപ്പാണ്. ഇക്കളി നമ്മൾ ജയിച്ചിരിക്കും ഉറപ്പ്. അങ്ങനെ നമ്മളെ ഇപ്പം നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ നമ്മൾ കാര്യങ്ങളെല്ലാം എഴുതുന്നുണ്ട്. മാത്സ് 1 ആക്കി അത് വായിച്ചിട്ട് ഇക്കഴിഞ്ഞാണ് തൂക്കുന്ന വലിയ നമ്മൾ പോകുന്നത്. എന്തായാലും ഇക്കഴിഞ്ഞാണ് തൂക്കിയിരിക്കും. ഇപ്പം നിൽക്കുന്ന 1-1 നിൽക്കുന്നത്. അങ്ങനെ ഈ ഒന്ന് നമുക്ക് 3 ആക്കണം, 4 പോയി കഴിക്കാൻ. അപ്പോൾ നമ്മൾ തന്നെ ഇവിടെ കാര്യങ്ങൾ ഒളിച്ചൊക്കെ അടിക്കാൻ കഴിയും. ഒളിച്ചിന്ന് അടിച്ചാൽ നോക്കിയിട്ട് അടി കിട്ടുന്നുണ്ടോ എന്ന് അടി. ഞാൻ അവിടെ ഒരുത്തനെ അവിടെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വരും പഠിക്കാൻ വീഴുന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് അടിച്ചിട്ട്. പക്ഷെ അവൻ നോക്കായില്ല. പക്ഷേ നമ്മുടെ പിള്ളേരെ കയറി അവർ ചെറി നമ്മുടെ ഒക്കെ നോക്കി അവനവൻ ഡൗൺ. അവനെ പൊക്കി വിടാമെന്ന് പറഞ്ഞ് പോയത് അവൻ പുറകിൽ അവിടുന്ന് അടി. അവൻ നമ്മളെ ലോക്കാക്കി. കെല്ലി നമ്മളെ ലോക്കാക്കി. അത്രേ ഉള്ളൂ. കെല്ലി നല്ല മെയിൻ കളിയായിട്ടൊക്കെ കളിക്കുന്നത്. പക്ഷേ അത്ര ഇതറിയത്തില്ല. നമ്മൾ തന്നെ കളി ജയിക്കില്ലെന്ന് പറഞ്ഞു. അപ്പം കെല്ലി കാര്യങ്ങളൊക്കെ നല്ല ഹില്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ലാസ്റ്റ് 1v1 അല്ല 1v2 1v2 ഒരാളുടെ ഉള്ളു. അത് ആ കെല്ലി അവിടെ മുകളിൽ ഇരിക്കുക. മുകളിൽ ആ സംഭവത്തിൽ ലിസ്റ്റ് ഇരിക്കുക. എപ്പോൾ ഡൗൺ ആവും. അങ്ങനെ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് ലാഗായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ വീഡിയോയ്ക്ക് അത് ലാഗ് വരുന്നുണ്ടല്ലോ അറിയത്തില്ല. എനിക്ക് ലാഗായിട്ട്
നമ്മളെന്തായാലും കളിയും കഴിഞ്ഞ് ജയിക്കും ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ഇതുവഴി പോയി നമുക്ക് കുറേ കൂടെ ചെന്ന് അടിച്ച് നോക്കാം. കുറേ കൂടെ കാര്യങ്ങളൊക്കെ ചെന്നിട്ടുണ്ട്. കുറേ കൂടെ ഇവിടെ ചെന്ന് ഇങ്ങനെ അടിക്കാൻ വന്നു കഴിഞ്ഞാൽ കുറേ ഫ്രണ്ട്സ് എങ്ങോട്ടെങ്കിലും ഞാൻ പോയി ഒറ്റ ആളെ ഷോട്ട് കൊടുത്ത് അത് നമുക്ക് രണ്ടാമത്തെ ആളെ ഷോട്ട് കൊടുത്ത് അത് ഫുള്ളിലാവട്ടെ അങ്ങനെ നമ്മൾ ഈ കളി ലാസ്റ്റ് തോക്കുമ്പോൾ നമ്മൾ ഗെണ്ണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടാണ് പിന്നെ അപ്പോൾ പിന്നെ ഗെണ്ണും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുള്ള ഓൾറെഡി ഉള്ളൊരു ഗെണ്ണ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ഈ കളി എന്തായാലും നമ്മൾ അടിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ എന്തായാലും കയറിയിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കളി മുകളിൽ കയറി ഇവിടുന്ന് അടിക്കാമെന്നാണ് ഞാൻ പ്ലാൻ ഇട്ടത്. എന്നിട്ട് നമ്മൾ എന്തായാലും ഞാൻ അവിടെ ഇനിയും അവരവിടെ ക്യാമ്പ് ചെയ്യാമെന്ന് ഞാൻ കണ്ടില്ല. സൈഡിൽ ഇരിപ്പുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ വരെ വന്നപ്പോൾ കണ്ടില്ല. ഞാൻ നേരെ വീടൊക്കെ പറ്റിച്ച് നേരെ അകത്തോട്ടൊക്കെ കയറിയാണ്. അവിടെ ഇനിയുള്ളവരെ ശ്രദ്ധിച്ചില്ല. ഞാൻ പുറകിൽ നിന്ന് ഒറ്റയടിയായിരുന്നു. ഒറ്റയടിക്ക് ഞാൻ നോക്കാറ് ഫസ്റ്റ് ദൈവം പുറകിൽ എനിക്ക് ഞാൻ കഴിക്കില്ല. ഫ്രണ്ടിൽ ഒരു എനിക്കില്ല. അങ്ങനെ രണ്ടും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടുന്ന് പുറകിൽ നിന്ന് കാര്യങ്ങളെ അടിച്ച് പിന്നെ ഒളിച്ചിട്ട് അടിച്ച് കഴിഞ്ഞു. അപ്പോൾ രണ്ടുപേരെ അടിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മളെ ചെക്കൻ ചാടി കൊണ്ടുവന്ന് അവനും അടി കിട്ടി. അങ്ങനെ അവനെ നോക്കായി. അത് നേരെ അടുത്ത കളിയിലോട്ട് സ്റ്റാർട്ട് ചെയ്തു. അവന്മാർക്ക് 2 നമുക്ക് 3. നീ 2 കോയിലുകൾ എടുത്താൽ അവന്മാർ ജയിക്കും, 1 കോയിലുകൾ എടുത്താൽ നമ്മൾ ജയിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ എന്തായാലും ഈ കളി ജയിക്കുമെന്നുള്ള ഉറപ്പുണ്ട്. എന്നിട്ട് നമ്മുടെ ടീം ഗെയിം കാര്യങ്ങളെല്ലാം എടുത്തിട്ട് എന്നിട്ട് ഗെയിം എടുത്തിട്ട് ചെക്കനെ ഗെണ്ണെടുത്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അവൻ്റെ നിന്നുള്ള ഗെണ്ണ് മേടിച്ച് നമ്മളവിടുന്ന് ഓടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവഴി പോയി നേരെ അടിക്കാമെന്നാണ് നമ്മൾ പ്ലാൻ ഇട്ടത്. അങ്ങനെ ഇതുവഴി കയറി നമ്മൾ മുകളിൽ വന്ന് നിങ്ങൾ ലാഗ് അടിക്കുന്ന മുകളിൽ വന്ന് നമ്മൾ ഇവിടുന്ന് അടിച്ചപ്പോൾ കുറച്ച് ഡാമൊന്നും ഉണ്ട്. പക്ഷേ എനിക്കും കുറച്ച് ഡാമുണ്ട്. അത് നമ്മൾ അവിടെ നിന്ന് ചാടിപ്പോകും. പിന്നെ ഇവിടുന്ന് നമ്മളെന്നാൽ സേഫ് അല്ലെന്ന് മനസ്സിലായി. എന്തായാലും സോൺ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അത് നമ്മൾ ഇവിടുന്ന് ചാടി ഇവിടുന്ന് ബോക്സിന് സാധനം ഗ്ലൂവും കിട്ടി. അവിടുന്ന് പോയി നമ്മൾ എത്തൻ്റെ കൂടെ നേരെ കുറേ ഇവിടെ നിന്ന് അടിക്കാൻ അവരപ്പോൾ തന്നെ അവിടുന്ന് ചാടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വഴി നമ്മൾ പൊക്കണം കരുതി ലാസ്റ്റ് ഇവിടുന്ന് എൻ്റെ അകത്തോട്ട് കയറി. എന്നിട്ട് ഇവിടുന്ന് എങ്ങനെ ഞാൻ ആദ്യം ശ്രമിച്ചില്ല. പിന്നെ ഞാൻ അടിച്ചെനിക്കില്ല നമ്മൾ പോയി